നമസ്കാരം. തിരക്കിനിടയിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുപോകുന്നവരായിരിക്കും നമ്മളെല്ലാവരും. ഇത്തരക്കാരുൾപ്പെടെ എല്ലാവർക്കും വളരെയധികം സഹായകമാകുന്ന ഒരു കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി IITയിൽ നിന്നുള്ള ഒരു കൂട്ടം ഗവേഷകർ. സംഗതി വളരെ സിമ്പിളാണ്. ഫോണോ അതുപോലെയുള്ള ചെറിയ ഉപകരണങ്ങളോ ഒക്കെ ചാർജ് ചെയ്യണമെങ്കിൽ വെറുതെ പോക്കറ്റിലിട്ടിട്ടോ കയ്യിൽ പിടിച്ചോ കുറച്ചു നേരം കാത്തിരുന്നാൽ മതി. അതായത് മനുഷ്യ ശരീരത്തിലെ താപം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഈ കണ്ടെത്തലിൻ്റെ കാതൽ. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സംവിധാനങ്ങളിലും ഊർജ്ജ സംരക്ഷണ മേഖലയിലുമെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്ന ഒരു സുപ്രധാന കണ്ടെത്തൽ കൂടിയായി ഇത് വിലയിരുത്തപ്പെടുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ താപോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു തെർമോ ന്യൂക്ലിയർ പദാർത്ഥം ഇക്കഴിഞ്ഞ ജൂണിൽ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരുന്നു. ഈ കണ്ടെത്തലിൻ്റെ വിശദാംശങ്ങൾ ജർമ്മൻ ശാസ്ത്ര ജേണലായ അഗ്നേവാൻ്റെ കെമിയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് കൂടുതലെത്തുകയും വരും കാലത്ത് ഇത് ഫലപ്രദമായി ഉപയോഗത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയും ഉയരുന്നു. മാണ്ഡി IITയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയ് സോണിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത്. തെർമോ ഇലക്ട്രിക് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന വിശദീകരണം കഴിഞ്ഞ ആഴ്ച Xലൂടെ അദ്ദേഹം നടത്തുകയും ചെയ്തു. മനുഷ്യ സ്പർശനത്തിലൂടെ മാത്രമേ ഇതിൽ ബാറ്ററി ചാർജിംഗ് സാധ്യമാവുകയുള്ളൂ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് ഏത് തരം ഉപകരണങ്ങളും ചാർജ് ചെയ്യുകയും ആവാം. സിൽവർ ടെല്യൂറൈഡ് എന്ന രാസപദാർത്ഥം കൊണ്ട് നിർമ്മിച്ച നാനോ വയറുകൾ ഉപയോഗിച്ചാണ് തെർമോ ഇലക്ട്രിക് മോഡ്യൂൾ നിർമ്മിക്കുന്നത്. മനുഷ്യ സ്പർശനമേൽക്കുമ്പോൾ തന്നെ ചാർജിങ്ങിന് ആവശ്യമായത്ര വോൾട്ടേജിൽ വൈദ്യുതി ലഭ്യമാകുമെന്നും ഗവേഷകർ പുറത്തുവിട്ട മാതൃകയിൽ നിന്നും വ്യക്തമാകുന്നു. ചെറിയ തീവ്രതയുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നത് ഇനിയൊരു പ്രശ്നമാവില്ല എന്നും മനുഷ്യ ശരീരത്തിലെ ഊർജ്ജം കൊണ്ട് തന്നെ ഇത് സാധ്യമാവുമെന്നും ഡോക്ടർ സോണി അഭിപ്രായപ്പെടുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം വീണ്ടും ജയിച്ചു.